ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ട് നമുക്ക് നയിക്കുന്ന ചെറിയൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണുന്നതാണ് നൈക്കിനെയും കാട്ടിലും നല്ല ഓഫറിൽ നമുക്ക് തിരയുന്ന സാധനങ്ങൾ മേടിക്കാമെന്ന്. അതിനകത്ത് പോയിന്റ്സ് ആഡ് ഓൺ ആകുമെന്നും ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം തിരയിന്ന് മേടിക്കാം. ഞാൻ തിരയിന്ന് മേടിച്ചിട്ടുണ്ട് ഒരു സിംറസ എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ഗ്ലോസ്. അത് ഞാനിങ്ങനെ നോക്കിയിരുന്ന സമയത്ത് തിരയിലായിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ്. സോ അന്ന് ഞാൻ തിരയിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മളുടെ പാക്കറ്റ്. പാക്കറ്റിൽ എന്താ നോക്കിയല്ലോ. ഓക്കെ, ഇതിനകത്ത് രണ്ട് സാധനങ്ങളാണുള്ളത്. ഒരു നെയിലും ജസ്റ്റ് ഒരു ജെൽ പോളിഷ്, UV ജെൽ പോളിഷ്. ഈ രണ്ടെണ്ണമാണുള്ളത്. ഇത് ആക്ച്വലി UV ലൈറ്റിൽ മാത്രമേ വർക്ക് ആവുള്ളൂ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് നമുക്കത് നോക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിനകത്തെ ഇത് നമ്മളുടെ നെയിൽസാണ്, ആർട്ടിഫിഷ്യൽ നെയിൽസാണ്. സോ നമുക്ക് ഞാനിതിപ്പോൾ നോക്കിയപ്പോൾ അപ്ലൈ നെയിൽ ഗ്ലൂ സ്റ്റിക്കർ ടു എ നെയിൽ ആൻഡ് ഹോൾഡ് ഫോർ 10 സെക്കൻഡ്. പ്രസ് ഓൺ നെയിൽ ടിപ്പ് ടു നാച്ചുറൽ നെയിൽ ഫോർ 10 സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൂ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആദ്യം നോക്കാം കേട്ടോ ഗ്ലൂ ഉണ്ടോ എന്ന്. നോൺ ടോക്സിക്, കംഫർട്ടബിൾ ഫോർ ദോസ് നെയിൽസ് ആർ വെരി ഈസി ടു യൂസ്. ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ് പ്രസ് ഓൺ നെയിൽ വിത്ത് എ ഹൈ ക്വാളിറ്റി നെയിൽ അഡ്ഹസീവ് ടേപ്പ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഗ്ലൂ ഉണ്ടോ എന്ന് എനിക്ക് നോക്കണം. പിന്നെ എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ 24 നെയിൽസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ദീസ് ആർ ദ 24 നെയിൽസ്. ഇനി നമ്മളുടെ ക്യൂട്ടിക്കിള് പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യൂട്ടിക്കൽ സ്റ്റിക്ക് ഉണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഗ്ലൂ ആണ് ഞാൻ തപ്പുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഗ്ലൂ. ആക്ച്വലി ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് ഇതൊന്ന് കാണണമെന്നൊരു ഡൗട്ടുണ്ട്, ഇതെങ്ങനെയാണ് പ്രസ് ചെയ്ത് വെക്കുന്നതെന്ന്. നോക്കാം. ഇതാണ് കേട്ടോ ഗ്ലൂ. ഈ ഗ്ലൂ നമുക്ക് എടുക്കാൻ പറ്റും. ഇതെന്താണിത്? ഓക്കെ, ഇതിന് മുകളിൽ ചെറിയൊരു ലെയർ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇതിനെ നമ്മൾക്ക് എടുക്കണമെങ്കിൽ ഓക്കെ 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 ഇതാണ് ആ ഗ്ലൂ. അപ്പം നമുക്ക് ആദ്യമേ ഒരു കാര്യം ചെയ്യാം. നമ്മളുടെ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് പറയുന്നത് ക്ലീൻ ആൻഡ് പഫ് യുവർ നാച്ചുറൽ നെയിൽ. സോ എൻ്റെ നെയിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ റിമൂവർ വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ഞാനൊരു റിമൂവർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു സോക്ക് ചെയ്യുക. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ.
സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കാവേ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വന്നിട്ട് ജെൻലി പുഷ് ബാക്ക് യുവർ ക്യൂട്ടിക്കിൾസ് വിത്ത് ക്യൂട്ടിക്കൽ സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യൂട്ടിക്കൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മളുടെ ഈ നെയിൽസിൻ്റെ ക്യൂട്ടിക്കൽസ് ബാക്കിലോട്ട് പുഷ് ചെയ്യണമെന്നാണ്. ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു സംഭവമുണ്ട്. ഇതെൻ്റെ പെഡിക്യൂർ മാനിക്യൂർ കിറ്റാണ്. ഇതിനകത്ത് എനിക്ക് കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഐ തിങ്ക് ഐ ക്യാൻ ടേക്ക് വൺ ക്യൂട്ടിക്കൽ സ്റ്റിക്ക്. വെയിറ്റ്, ഇതിനകത്തല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനലി ഈ ക്യൂട്ടിക്കൽ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആക്ച്വലി ഇത് ഇങ്ങനെയാണ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റും. ഇത് ബാക്കിലോട്ട് പോകും. ഇതുണ്ട്, ഇത് നന്നായിട്ട് ബാക്കിലോട്ട് പോയി. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതെടുത്തിട്ട് ഇപ്പോൾ ഈ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ക്യൂട്ടിക്കിൾ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ താത്ത് വെച്ചാൽ മതി. അപ്പം കുറച്ചുകൂടെ ലെന്ത് ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഉണ്ട് ഇപ്പം നോക്കുക, ഇതാണ് നമ്മളുടെ ഒരു നെയിൽ. ഇപ്പം ഞാനിങ്ങനെ ക്യൂട്ടിക്കിൾ താഴ്ത്തി വെക്കുകയാണ്. കണ്ട, നമുക്ക് കുറച്ചുകൂടെ ലെന്ത് ഉള്ളതുപോലെ തോന്നി നെയിൽസിന്. അതുപോലെ ഇതും അങ്ങനെ തന്നെ ചെയ്യുക. ക്യൂട്ടിക്കിൾസ് നന്നായിട്ട് താക്കുക. ഓക്കെ, ചിലപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യല്ലേ, നമുക്ക് പെയിൻ എടുക്കാം. അപ്പം താഴ്ത്തി. ഇനി ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് അടുത്ത് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള പോയിന്റാണ്. ചൂസ് ദ റൈറ്റ് സൈസ് ഓഫ് ദ നെയിൽ ടിപ്പ് ദാറ്റ് മോസ്റ്റ്ലി മാച്ചസ് യുവർ നെയിൽ. അപ്ലൈ എ നെയിൽ ഗ്ലൂ സ്റ്റിക്കർ ടു എ നെയിൽ ആൻഡ് ഹോൾഡ് ഫോർ 10 സെക്കൻഡ്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു നെയിലിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് ഒരു നെയിൽ സെലക്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ഐ തിങ്ക് ദിസ് വിൽ ബി പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഓക്കെ, സെക്കൻഡ് തിങ്, അപ്ലൈ ദ നെയിൽ ഗ്ലൂ സ്റ്റിക്കർ ടു എ നെയിൽ ആൻഡ് ഹോൾഡ് ഇറ്റ് ഫോർ 10 സെക്കൻഡ്. സോ എനിക്ക് ഇതിനകത്ത് ഏതെടുക്കണമെന്നറിയില്ല. അതുപോലെ ഇതെങ്ങനെ വെക്കണമെന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇങ്ങനെ തന്നെയാണോ വെക്കണ്ടേ, അതോ തിരിച്ചാണോ വെക്കണ്ടേ? അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ പശയുണ്ട്. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് ഡയറക്റ്റ്ലി നമുക്കിവിടെ വെക്കാം. അതിനുശേഷം ഇതിനകത്തുണ്ട് ഈ ഒരു ചെറിയൊരു സ്ലിപ്പുണ്ട്. ഈ കവറും കൂടെ നമുക്ക് ഇങ്ങനെ ഇളക്കി കളയണേ. അപ്പം ഡബിൾ സൈഡ് ടേപ്പ് പോലാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. പിന്നെ തൊടാൻ നിൽക്കണ്ട കേട്ടോ, നല്ലതാണ്. ഇതെടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനാണ്. മാക്സിമം നല്ല പ്രഷർ കൊടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. വേണമെങ്കിൽ ഈ സെക്കൻഡ് ടൈം നമ്മൾ ഇപ്പോൾ അടുത്തത് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്യാം. അതായത് ഈ ക്യൂട്ടിക്കിൾ നന്നായിട്ടൊന്ന് പുഷ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ കുറച്ച് സമയം പോയല്ലോ, അപ്പോൾ ഈ ക്യൂട്ടിക്കിളൊക്കെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യാം. വീണ്ടും ഒരു ടേപ്പ് എടുക്കുക, ഒരു ഗ്ലൂ എടുക്കുക. നമ്മളുടെ കയ്യിലോട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക. ചെറിയൊരു ശ്രദ്ധ വേണം കേട്ടോ, വെറുതെ നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പം തന്നെ കണ്ടോ ഈ ഒരു പോർഷനാണ് നമുക്ക് ഇളക്കി കളയേണ്ടതുണ്ട്. ഈ ഒരു പോർഷൻ, ഈ ഒരു എക്സ്ട്രാ പോർഷൻ അവിടെ നിൽക്കും. സോ ആ ഒരു എക്സ്ട്രാ പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ ഗ്ലൂവോട് ഇളകി വരുന്നുണ്ട്.
അത് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിച്ചത് ഇളക്കിക്കളയാം. ഇളക്കി കളയുന്ന ചെറിയൊരു പണിയാണ്. നോക്കാം. ഓക്കെ ഇളക്കി കളഞ്ഞു. പിന്നെ അതിനകത്ത് തൊടാൻ ഇച്ചിരി ടഫാണ്. എന്നിട്ട് നമ്മളുടെ നെക്സ്റ്റ് നെയിലെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. നന്നായിട്ട് വെക്കണേ, നല്ല പ്രഷർ കൊടുത്തോ. കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്തേക്ക്. ഓക്കെ, സോ ഈ 2 വിരലാണ് എൻ്റെ ഇപ്പം സെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ നെയിൽ ആർട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ നെയിൽ ആർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്ക്. എനിക്കിഷ്ടമായി കേട്ടോ. ഞാൻ ഒരുപാട് നമുക്കിതിനകത്ത് ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ളതും എടുക്കാം, കുറച്ച് കട്ടിയുള്ളതും എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള നെയിൽസാണ് അത്, മീനിങ് കുറച്ചുകൂടെ വീതിയുള്ളത്. കാരണം എൻ്റെ നെയിൽസിന് അത്യാവശ്യം വീതിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽസും കൂടെയും കവർ ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം എൻ്റെ നെയിൽസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളതാണ്. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നിങ്ങളുടെ നെയിൽസിന് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ളത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ നെയിൽ പോളിഷ് UV ആണോ അല്ലയോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനത് പറയാം കേട്ടോ. അപ്പം തൽക്കാലം നമ്മുടെ നെയിൽസൊക്കെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി എത്ര ദിവസം ഇരിക്കും എന്നുള്ളതൊന്നും എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. എന്നാലും ഞാൻ വഴിയെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ കൂടി ഇതൊക്കെ പറയാം. ഇതൊക്കെ നന്നായിട്ട് ഇരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.